ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കൂൾ ഡ്രിങ്ക്സുമായിട്ടാണ്. നമ്മുടെ ചൂടുകാലത്ത് നമ്മൾ നോമ്പിനൊക്കെ പറ്റിയ ഒരു ഐറ്റംസ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ആദ്യം തന്നെ നമ്മൾ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള കൂവപ്പൊടി എടുക്കുക. കൂവപ്പൊടി കട്ടയില്ലാതെ നമ്മളൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇതാക്കി എടുക്കണം. അപ്പോൾ ഇത് എത്രത്തോളം നമ്മൾ എടുക്കുന്നു അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കണം. ഇതേപോലെ നമുക്ക് കട്ടയില്ലാതെ നമ്മളൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് നമ്മൾ ഗ്യാസിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഗ്യാസിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് കൈ വെക്കാതെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഞാനെന്നെ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധ വിട്ടപ്പോൾ ചെറുതായിട്ടൊന്ന് അടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കണ്ടതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇത് ഇനി തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ മിക്സിയുടെ ജാർ എടുക്കുക. അതിലോട്ട് നമ്മൾ ഇതേപോലെ നമുക്കിത് സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. തണുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ ഇനി തണുത്ത വെള്ളം ഒഴിക്കുമ്പോൾ അത് ശരിയായിക്കോളും. നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂവപ്പൊടിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുക. നിങ്ങളെ കയ്യിൽ ഇത് നമ്മൾ തേൻ്റെ ചുവ ഇഷ്ടമുള്ള ഒരു തേൻ ഒഴിച്ചു കൊടുക്കുക. ഇനി തേന് വേണ്ടാന്നുള്ളവർ നമ്മൾ നന്നാരി സർബത്ത് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക. രണ്ടിനും രണ്ട് ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുക. തേൻ ഒഴിച്ച് കഴിഞ്ഞാൽ തേൻ്റെ ടേസ്റ്റ് ആവും മുന്നിട്ട് നിൽക്കുക. നമ്മൾ അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ച് കൊടുക്കണം. പഞ്ചസാര ഇട്ട് കൊടുക്കുക. തേൻ ഒഴിച്ചാൽ കൂടുതൽ പഞ്ചസാര ഇടണമെന്നില്ല. അതേപോലെ തന്നെ നന്നാരി സർബത്ത് കൂടുതൽ ഒഴിക്കുകയാണെങ്കിലും നമ്മൾ പഞ്ചസാരൻ്റെ അളവ് കുറക്കുക. അപ്പോൾ നമ്മളിത് നല്ലവണ്ണം അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല തണുത്ത വെള്ളം കൂട്ടിയിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നമുക്ക് കസ്കസ് ചേർത്ത് കൊടുക്കണം. കസ്കസ് നമ്മൾ കുറച്ച് മുന്നേ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ എന്ത് ഫ്രൂട്ട്സാണുള്ളത് അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈനാപ്പിളാണ്, അത് ഇട്ട് കൊടുത്തുള്ളത്. ആപ്പിളായാലും ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും. ഇനി നമ്മൾ ഇതേപോലെ നമ്മളെ ഗ്ലാസ്സിലൊഴിച്ച് സെർവ് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മൾ ആ സമയം തന്നെ നമുക്ക് കുടിച്ചെടുക്കാൻ പറ്റും. ഒന്ന് തണുത്തതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും. നമ്മൾ തണുത്ത വെള്ളം കൊണ്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആ സമയത്ത് തന്നെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.